ഹായ് ഗെയ്സ്, വെൽക്കം ടു വീലേൻ. പതിറ്റാണ്ടുകളായി തന്നെ സയൻസ് ഫിക്ഷൻ സിനിമകളിലൂടെ നമ്മളെ ത്രസിപ്പിക്കുന്ന ഒന്നാണ് സമയത്തെ ഭേദിച്ച് മുൻപോട്ടും പിറകോട്ടുമുള്ള നമ്മുടെ സഞ്ചാരം. ടൈം ട്രാവൽ എന്ന ഈ ആശയം നമ്മളെ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ടെങ്കിലും എന്നാൽ കാര്യങ്ങളൊന്നും തന്നെ നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ അത്രയും ലളിതവുമല്ല. ശാസ്ത്രീയപരമായി നമ്മളതിനെ നോക്കിക്കാണുമ്പോൾ ഒരേ സമയം ടൈം ട്രാവൽ എന്നത് അനേകം സാധ്യതകളും അതുപോലെ തന്നെ തടസ്സങ്ങളുമാകും നമ്മുടെ മുൻപിലേക്ക് വെച്ച് നീട്ടുക. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി അഥവാ ആപേക്ഷിക സിദ്ധാന്തമാണ് സമയയാത്രകളെക്കുറിച്ച് നമുക്ക് ഒരുപാട് അറിവുകൾ നൽകിയത്. ഇതിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്: സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും കൂടാതെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയും. ഇതിലെ സ്പെഷ്യൽ റിലേറ്റിവിറ്റി പറയുന്നത് പ്രകാശത്തിൻ്റെ വേഗതയോട് അടുത്ത് ഒരു വസ്തു സഞ്ചരിക്കുകയാണെങ്കിൽ അതിലെ സമയം സാവധാനത്തിലാകുമെന്നാണ്. ഉദാഹരണത്തിന്, ഒരു ബഹിരാകാശ പേടകം പ്രകാശ വേഗതയുടെ 99.5% വേഗതയിൽ സഞ്ചരിക്കുകയാണെങ്കിൽ ആ പേടകത്തിലുള്ള ഒരാൾക്ക് ഒരു വർഷം കഴിയുമ്പോൾ ഭൂമിയിൽ ഏകദേശം 10 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ ടൈം ഡയലേഷൻ അഥവാ സമയവികാസം എന്നാണ് പറയുന്നത്. ഈ ആശയം ഭാവിയിലേക്ക് യാത്ര ചെയ്യുവാനുള്ള ഒരു സാധ്യതയുമാണ് നമുക്ക് മുൻപോട്ട് വയ്ക്കുന്നത്. പക്ഷേ പ്രകാശത്തിൻ്റെ വേഗതയിൽ എത്തുക എന്നത് ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തീർത്തും അസാധ്യമായ കാര്യങ്ങളിലുമൊന്നുമാണ്. ഇനി രണ്ടാമതായി ജനറൽ റിലേറ്റിവിറ്റി. അത് ഗുരുത്വാകർഷണ ബലത്തെക്കുറിച്ചാണ് പറയുന്നത്. ശക്തമായ ഗുരുത്വാകർഷണമുള്ള ഒരു സ്ഥലത്ത് സമയം സാവധാനത്തിലായിരിക്കും. ഉദാഹരണത്തിന്, ഒരു വലിയ നക്ഷത്രത്തിൻ്റെ അടുത്തോ ഒരു തമോഗർത്തത്തിൻ്റെ അടുത്തോ സമയം ഭൂമിയുടേതിനേക്കാൾ വളരെ സാവധാനത്തിലായിരിക്കും. ഇതും ഭാവിയിലേക്ക് യാത്ര ചെയ്യുവാനുള്ള സൈദ്ധാന്തികപരമായ ഒരു സാധ്യതയാണ്. എന്നാൽ ഇങ്ങനെയുള്ള അതിശക്തമായ ഗുരുത്വാകർഷണ കേന്ദ്രങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നത് വളരെ അപകടം പിടിച്ച കാര്യങ്ങളിലുമൊന്നുമാണ്. അങ്ങനെയെങ്കിൽ ഉയർന്നു വരുന്ന രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഭൂതകാലത്തേക്ക് നമുക്ക് യാത്ര ചെയ്യുവാനായി സാധിക്കുമോ? ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമായി മാറുക. ജനറൽ റിലേറ്റിവിറ്റിയുടെ ചില സൈദ്ധാന്തിക സാധ്യതകൾ മുൻപോട്ട് നൽകുന്നതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ഭൂതകാലത്തേക്ക് സഞ്ചരിക്കുവാനായി സാധിക്കും. അതിലൊന്നാണ് വോം ഹോളുകൾ. ഇത് പ്രപഞ്ചത്തിലെ രണ്ട് വിദൂര സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കങ്ങൾ പോലെയാണ്. ചില സിദ്ധാന്തങ്ങൾ അനുസരിച്ച് വോം ഹോളുകൾ ഉണ്ടാക്കുവാനും അതിലൂടെ ഭൂതകാലത്തേക്ക് ചെറിയ യാത്രകൾ നടത്തുവാനും കഴിഞ്ഞേക്കാം. പക്ഷേ വോം ഹോളുകൾ യഥാർത്ഥത്തിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അവയെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കുവാനായി സാധിക്കും എന്നതിനെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു അറിവുമില്ല. മറ്റൊരു ആശയമാണ് ടൈം മെഷീൻ. ജനറൽ റിലേറ്റിവിറ്റിയുടെ ചില സമവാക്യങ്ങളിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ടൈം മെഷീൻ എന്ന ആശയം വരുന്നതും. റൊട്ടേറ്റിംഗ് ബ്ലാക്ക് ഹോളുകൾ അല്ലെങ്കിൽ കോസ്മിക് സ്ട്രിങ്ങുകൾ പോലുള്ള പ്രതിഭാസങ്ങൾ ഉപയോഗിച്ച് ഒരു ക്ലോസ്ഡ് ടൈമിലെ കർവുകൾ ഉണ്ടാക്കാൻ കഴിയുകയാണെങ്കിൽ സൈദ്ധാന്തികമായി ഭൂതകാലത്തിലേക്ക് യാത്ര ചെയ്യാം. ഇത് കേൾക്കുമ്പോൾ തോന്നുന്നത്ര എളുപ്പമായ കാര്യവുമല്ല. ഇതിനാവശ്യമായ ഊർജം ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയാത്ത അത്ര വലുതുമാണ്. അതുപോലെ തന്നെ ഭൂതകാലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന പാരഡോക്സുകൾ അഥവാ വിരോധാഭാസങ്ങളും വലിയൊരു പ്രശ്നമാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിച്ച് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറുകളിൽ ആരെങ്കിലും ഒരാളെ വധിക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് നിങ്ങൾ ഭൂതകാലത്തിലേക്ക് സഞ്ചരിക്കുന്നു, നിങ്ങളുടെ അപ്പൂപ്പനെ നിങ്ങൾ വധിക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നിങ്ങൾ എങ്ങനെ ജനിക്കും എന്നൊരു ചോദ്യം വരും. നിങ്ങൾ ജനിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ഭൂതകാലത്തിലേക്ക് എത്തുവാൻ സാധിച്ചു? നിങ്ങളുടെ അപ്പൂപ്പനെ എങ്ങനെ വധിക്കുവാനായി സാധിച്ചു? ഇങ്ങനെയുള്ള വിരോധാഭാസങ്ങളും അവിടെ രൂപപ്പെട്ടു വരികയും ചെയ്യും. ശാസ്ത്രലോകം ഇപ്പോഴും സമയയാത്രയുടെ സാധ്യതകളെക്കുറിച്ച് പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്കുള്ള അറിവുകൾ വെച്ച് ഭാവിയിലേക്ക് യാത്ര ചെയ്യാനുള്ള സാധ്യതകൾ സൈദ്ധാന്തികമായി നിലനിൽക്കുന്നുണ്ട്. ടൈം ഡയലേഷൻ അതിനുള്ള ഒരു ഉദാഹരണവുമാണ്. പക്ഷെ ഭൂതകാലത്തേക്ക് യാത്ര ചെയ്യുക എന്നത് വളരെ സങ്കീർണവും ഒരുപാട് വെല്ലുവിളികൾ നിറഞ്ഞ ഒന്നുമാണ് താനും. സമയത്തെ ഭേദിച്ച് മുൻപോട്ടും പിറകോട്ടും സഞ്ചരിക്കുവാനുള്ള മനുഷ്യൻ്റെ യാത്രകൾക്ക് എപ്പോഴും തടസ്സമായി വരുന്ന കാര്യം അതിനു വേണ്ടി വരുന്ന ഊർജമാണ്.
പ്രകാശത്തിൻ്റെ വേഗതയുടെ അടുത്ത് സഞ്ചരിക്കുവാൻ സാധിക്കുന്ന ഒരു ബഹിരാകാശ പേടകം നിർമ്മിക്കാനോ അല്ലെങ്കിൽ വോം ഹോളുകൾ തുറക്കുവാനോ അത് നിലനിർത്തുവാനോ ആവശ്യമായ ഊർജം ഇന്നത്തെ നമ്മുടെ സാങ്കേതിക വിദ്യകൾക്കും അപ്പുറമാണ്. ഉദാഹരണത്തിന് സൂര്യൻ്റെ ഊർജത്തെക്കാൾ എത്രയോ മടങ്ങ് ഊർജം അതിന് നമുക്ക് വേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ട് തന്നെ സമയയാത്ര ഒരു സൈദ്ധാന്തിക സാധ്യതയാണെങ്കിൽ പോലും അത് പ്രായോഗികമാക്കുവാൻ ഇനിയും നമ്മൾ ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായുണ്ട്. അങ്ങനെയാണെങ്കിലും ടൈം ട്രാവലിനെ കുറിച്ച് നമ്മൾ നടത്തുന്ന ഓരോ ചർച്ചകളിലും വന്നെത്തിച്ചേരുന്ന ഒരു ചോദ്യവും ഇതാണ്: ഒരു പക്ഷേ ടൈം ട്രാവൽ എന്നത് യാഥാർത്ഥ്യമായി മാറുകയാണെങ്കിൽ നമ്മുടെ ലോകം എങ്ങനെ മാറിമറിയും? ഭൂതകാലത്തിലെ ഒരു ചെറിയ മാറ്റം പോലും നമ്മുടെ വർത്തമാനത്തെയും ഭാവിയെയും തന്നെ വലിയ രീതിയിൽ സ്വാധീനിച്ചേക്കാം. ഒരു ചിത്രശലഭം ചിറകടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ കാറ്റുപോലും ഭൂമിയുടെ മറുവശത്ത് ഒരുപക്ഷെ ഒരു കൊടുങ്കാറ്റായി മാറുകയും ചെയ്യാം. ആയതിനാൽ തന്നെ ടൈം ട്രാവലിൻ്റെ സാധ്യതകൾ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടെയും പരിമിതികളോടെയും മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയുകയുമുള്ളൂ. ഈ ഭാവിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ടൈം ട്രാവൽ എന്ന ആകർഷകമായ ഈ വിഷയത്തെ എന്നും നിലനിർത്തുകയും ചെയ്യുന്നത്. അപ്പോഴും നമ്മൾ ഓർക്കുക, സയൻസ് ഫിക്ഷൻ സിനിമകളിലെ പോലെ നമ്മൾ കാണുന്നത് പോലെ ഒരു നിമിഷം കൊണ്ട് ഭൂതകാലത്തേക്കോ ഭാവിയിലേക്കോ നമുക്ക് പോകുവാനായി സാധിക്കുകയില്ല. ഒരു പക്ഷേ ഭാവിയിൽ സാങ്കേതികവിദ്യ വളർന്ന് നമുക്കിതിനുള്ള വഴികൾ കണ്ടെത്തിയേക്കാം. അതുവരെ ടൈം ട്രാവൽ എന്നത് നമ്മുടെ സ്വപ്നങ്ങളിലും സിനിമകളിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സാങ്കല്പിക സൃഷ്ടിയായി അവിടെ നിലകൊള്ളുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടേത് വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ നിർത്താണ്. ടാറ്റാ, ബൈ ബൈ. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. അതുപോലെ തന്നെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ.